പാഠം 510 ഒരു തിരിച്ചറിവിന്റെ കഥ. മണി 8 കഴിഞ്ഞു. കഴിക്കാനൊന്നും ആയില്ലേ? പിന്നില്ലേ, നല്ല തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലിയല്ലേ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. 1-ാം ഗ്ലാസ് സാമ്പാറും. മോഹനേട്ടൻ പോയി ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും എല്ലാം ഞാൻ എടുത്തു വെച്ചേക്കാം. തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലിന്ന് നീ പറയുന്നു. എന്റെ അഭിപ്രായം ഞാൻ കഴിച്ചിട്ട് പറയാം. മോഹനേട്ടന് ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇവിടെ വെച്ച് കഴിക്കുമ്പോൾ ഓരോരോ കുറ്റം പറയുമെങ്കിലും മറ്റുള്ളവരോട് നല്ല അഭിപ്രായം പറയുന്നൊക്കെ എനിക്കറിയാലോ. കഴിഞ്ഞ തവണ അമ്മ വന്നപ്പോ മോഹനേട്ടൻ അമ്മയോട് പറഞ്ഞില്ലേ, ഭാമ ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ് ആണെന്ന്. അത് പിന്നെ നിനക്കൊരു നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. നിനക്ക് രുചിയായിട്ടൊന്നും വെച്ചുണ്ടാക്കാൻ അറിയില്ലെന്ന് അമ്മ അറിഞ്ഞാൽ അതിന്റെ മോശം എനിക്ക് കൂടെ അല്ലേ. എന്തായാലും മനസ്സിലുള്ളത് തുറന്നു പറയില്ല. എന്നെ ഒന്ന് അഭിനന്ദിച്ചെന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴുന്നില്ല കേട്ടോ. വെറുതെ അഭിനന്ദിച്ചിട്ടെന്താ കാര്യം? അഭിനന്ദിക്കാൻ തക്കതായ എന്തെങ്കിലും നീ ചെയ്യുമ്പോ അഭിനന്ദിക്കും. അല്ലാതെ നിന്നെ സന്തോഷിപ്പിക്കാനായി നിനക്കിഷ്ടമുള്ള അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ അതിന് വേറെ ആളെ നോക്കാം. അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു പൗരന്റെ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. അതാരാ വിളിക്കുന്നത് നോക്ക്. അപ്പോഴേക്കും ഞാൻ എന്റെ ജോലിയൊക്കെ തീർക്കാം. ഹലോ, ഇത് അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടല്ലേ? ആണെങ്കിൽ വക്കീലിനോടൊന്ന് സംസാരിക്കാനാ. ആരാണ്? ഞാൻ സത്യശീലൻ, മലയാള ഭൂമി ആഴ്ചപ്പതിപ്പിന്ന. ആ കൊടുക്കാം. ഭാമേ, മലയാള ഭൂമി ആഴ്ചപ്പതിപ്പുകാരൻ ഇവളുമായിട്ട് എന്താ ബന്ധം? ആര് പറഞ്ഞട്ടെ? ഹലോ. ആ വക്കീലേ, ഞാൻ സത്യശീലനാ, മലയാള ഭൂമിന്ന്. ആ സത്യശീല, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എല്ലാം തീർത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടം വരെ വരാമെങ്കിൽ തന്നുവിടാ. ഞാൻ അരമണിക്കൂറിനകം വരാം വക്കീലേ. ആ ശരി. എന്താണ് മലയാള ഭൂമിക്കാരനുമായിട്ടൊരു ഏർപ്പാട്? മാനനഷ്ട കേസല്ലായിരിക്കും. മാനനഷ്ട കേസോ? അവർ അവരുടെ ആഴ്ചപ്പതിപ്പിൽ ആരെങ്കിലും പറ്റി എന്തെങ്കിലും അനാവശ്യം എഴുതി കാണും. സംഭവം കേസായി, അതല്ലേ? അല്ല, അവരുടെ ആഴ്ചപ്പതിപ്പിൽ ജീവിതം പഠിപ്പിച്ച പാഠം എന്നൊരു കോളമുണ്ട്. സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവർ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്ന ഒരു പങ്ക്തി. അടുത്ത ആഴ്ച അതിലെഴുതുന്നത് ഞാനാ, അഡ്വക്കേറ്റ് സത്യഭാമ. എന്നെ കൊണ്ടത് എഴുതിക്കാനായി സത്യശീലം കഴിഞ്ഞ 1 മാസമായി ഓഫീസിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആദ്യമൊക്കെ ഞാൻ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു. പക്ഷേ സത്യശീലന് നിർബന്ധം സഹിക്കാണ്ട് വന്നപ്പോ ഞാൻ ഒടുവിൽ സമ്മതിച്ചു. അരമണിക്കൂറിനുള്ളിൽ സത്യശീലം വരും. ലേഖനത്തിന്റെ അവസാന ഭാഗം ഞാൻ എഴുതിയിട്ടില്ല, അതൊന്നും എഴുതി തീർക്കട്ടെ കേട്ടോ. പങ്ക്തിയുടെ പേരെന്താണ്? പങ്ക്തിയുടെ പേരെന്താണെന്നാ പറഞ്ഞത്? ജീവിതം പഠിപ്പിച്ച പാഠം. ജീവിതത്തിൽ ഇതുവരെ ഒരു പാഠവും പഠിക്കാത്ത നീ ഏത് പാഠം പഠിച്ച കാര്യം എഴുതും? എന്താ എഴുതേണ്ടതെന്ന് എനിക്കറിയാം. അതിന് സാറിന്റെ സഹായം ആവശ്യമില്ല. കഷ്ടം. മലയാളത്തിൽ മൊത്തം എത്ര അക്ഷരം ഉണ്ടെന്നറിയാത്ത നീയാണ് മലയാള ഭൂമിയിൽ ലേഖനം എഴുതാൻ പോകുന്നത്. ഇങ്ങനെ പോയാ മലയാള ഭാഷയുടെ അവസ്ഥ എന്താവും?
മലയാള ഭാഷ അരച്ചു കലക്കി കുടിച്ച വില്ലേജ് ഓഫീസറെ ഇങ്ങനൊരു ലേഖനം എഴുതാൻ ആരും വിളിച്ചിട്ടില്ലല്ലോ. പത്രക്കാർക്ക് അറിയാം ആരെ കൊണ്ട് എന്ത് എഴുതിക്കണോന്ന്. എന്നൊന്ന് ശല്യപ്പെടുത്താതെ പോവാമോ? ഞാനൊന്ന് എഴുതി തീർത്തോട്ടെ. സതീശൻ ഇപ്പൊ വരും. ഉത്തമം വന്നിട്ടുണ്ട്. ചെന്ന് വലക്കാരൻ തീർത്ത രസീതിന്റെ കാര്യം പറ. മോഹനേട്ടൻ അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഈ എഴുത്ത് എന്നൊക്കെ പറയുന്നത് വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. സാറേ നമസ്കാരമുണ്ട് സാർ. സുകുമാരന്റെ പോക്കുവരവിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. സുകുമാരന്റെ പോക്കുവരവിനുള്ള അപേക്ഷ എന്നിട്ട് എത്ര ദിവസമായി? 20 ദിവസമായി സാറേ. 20 ദിവസത്തിനുള്ളിൽ ഇതുവരെ ഒരു വസ്തുവും കെ മോഹനകൃഷ്ണൻ പോക്കുവരവ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് ഉത്തമന് അറിയാം. ഒരു മാസം കഴിഞ്ഞേ നടക്കുള്ളൂ എനിക്കറിയാം. എന്നാലും വെറുതെ സാറിനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. വക്കീലില്ലേ സാറേ? വക്കീൽ കഥ എഴുതുകയാണ്. കഥ? ഈ മലയാള ഭൂമി എന്നൊരു വാരികയുണ്ടല്ലോ, ആ വാരികയിൽ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠം എന്നൊരു പങ്ക്തിയുണ്ട്. ഇത്തവണ ഭാമയുടെ അനുഭവമാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. ഞാൻ അവളോട് ചോദിക്കായിരുന്നു, അവക്ക് എന്ത് അനുഭവം, എന്ത് പാഠം? വക്കീൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ സാറും വക്കീലും തമ്മിലുണ്ടായ വഴക്കുകളെ കുറിച്ചായിരിക്കും എഴുതുന്നത് അല്ലേ? അല്ല, അതല്ലാതെ പിന്നെ എന്തൊന്നും എഴുതാതിരിക്കുന്നേ? എന്തായാലും എഴുതി അച്ചടിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് സാറൊന്ന് വായിച്ചു നോക്കണം. വക്കീല് വല്ല തമാശ ഒപ്പിച്ചു കഴിഞ്ഞാലേ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടന്ന സാറായിരിക്കും. എന്നാ പിന്നെ ഞാൻ വരട്ടെ സാറേ. സുകുമാരന്റെ കാര്യത്തിൽ ഞാൻ അടുത്ത ആഴ്ച വരാം. എന്നെ പറ്റിയായിരിക്കും അവൾ എഴുതുന്നത്. എന്നെ പഠിപ്പിച്ച പാഠം. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹം. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വേണ്ടത്ര ആലോചനയില്ലാതെ വന്നാൽ ജീവിതം തന്നെ ഇരുട്ടിലായി പോകുന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ഞാൻ അഡ്വക്കേറ്റ് സത്യഭാമ. എൻ്റെ ഭർത്താവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നാട്ടുകാരുടെ മുഴുവൻ കണ്ണിലുണ്ണ അദ്ദേഹം പക്ഷെ ഒരു ഭർത്താവ് എന്ന നിലയിൽ തികഞ്ഞ പരാജയമാണ്. സത്യശീലൻ ഇത്ര പെട്ടെന്ന് വന്നോ? കേറി വാ. സത്യശീലൻ ഇരിക്കും, ഞാനിപ്പോ വരാം. ഇരിക്കാനുള്ള സമയമില്ല വക്കീലെ, 10 മണിക്ക് ഓഫീസിലെത്താനുള്ളതാ. പണം ചിലവാക്കാൻ ഇത്രത്തോളം പിശുക്കുള്ളൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം സഹകരണ ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് നിക്ഷേപിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം. ഭാര്യ എന്നതിനേക്കാൾ ഒരു വേലക്കാരുടെ സ്ഥാനമാണ് എനിക്കെൻ്റെ വീട്ടിലുള്ളത്. സർക്കാർ ജോലിയും കാഴ്ചയിലെ സൗന്ദര്യമൊന്നുമല്ല ഒരു ഭർത്താവിന് വേണ്ട ഏറ്റവും വലിയ ഗുണമെന്നാണ് ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠം. ഞാൻ എഴുതിയത് അങ്ങനെ അങ്ങ് വായിക്കണ്ട. ഇത് അടുത്ത ആഴ്ച മലയാള ഭൂമിയിൽ അച്ചടിച്ചു വരുമ്പോ വായിച്ചാൽ മതി. ഇതാണോ നീ എഴുതിയ ലേഖനം? അതെ. ഭർത്താവിനെ പറ്റി എല്ലാ കഥകളും വൃത്തികേടുകൾ എഴുതുന്നത് എവിടുത്തെ മര്യാദയാണ്? ഇല്ലാത്തൊന്നും ഞാൻ എഴുതിട്ടില്ല. ഇത് അച്ചടിച്ചാ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. ഇതിലെഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കാമെങ്കിൽ കേസ് കൊടുത്തു. സതീശീലൻ പുറത്തുനിന്ന് നിൽക്കുന്നുണ്ട്, ഞാനിത് കൊടുത്തിട്ട് വരാം. വന്നാ സതീശീലനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇക്കാര്യത്തിൽ എനിക്ക് ആരുടെ സമ്മതം ആവശ്യമില്ല. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഇതും ഉണ്ട്.
അച്ചടിച്ചു വന്ന കൈയോടെ കൊണ്ടുപോകും. ഇത് സദാനന്ദൻ സാറിന് നിർബന്ധം കൊണ്ട് മാത്രം ഞാൻ ചെയ്തതാ. ഇനി ഇതുപോലത്തെ പണിക്ക് ഞാനില്ല. ഇതൊക്കെയല്ലേ വക്കീലെ ജീവിതത്തിലൊരു രസം. ആ രസം എനിക്ക് വേണ്ട. ആ ഇനിയിപ്പോ കുറച്ചുകൂടി ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആരെ? പുള്ളിക്കാരൻ വിചാരിച്ചാൽ വായനക്കാർ കിടുങ്ങുന്ന കഥകൾ കിട്ടും. ആരാ വക്കീലെ? വന്നല്ലോ, ഇദ്ദേഹമാണ് ആ ആള്. നമസ്കാരം സാർ. ഭാമയെ ഒന്നുകൂടി ആലോചിച്ചത് കൊടുത്താൽ മതി. ഒരുപാട് ആലോചിച്ചാണ് മോഹനേട്ടാ. അവ സത്യശീലം വിട്ടു. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റിയിരിക്കില്ല. ശരിയപ്പോ ഇതിന് നീ അനുഭവിക്കും ഭാമേ. നീ എഴുതിയതൊന്നും നാട്ടുകാർ വിശ്വസിക്കാൻ പോകുന്നില്ല. നമുക്ക് കാണാം. ആ ലേഖനം വായിച്ചിട്ട് ആരെങ്കിലും എന്നോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാനും നീ ഒരുമിച്ച് ജീവിക്കുന്ന പ്രശ്നമില്ല. ശരി. ഓ ശരി ശരി. ഹലോ. ഉത്തമൻ ഞാനാ. എന്താണ് സാറേ? ഉത്തമനോട് എത്തി. ഞാൻ നമ്മുടെ രമേശന്റെ കടയുടെ മുമ്പിലുണ്ട് സാറേ. എനിക്ക് അത്യാവശ്യമായിട്ട് ഉത്തമന്റെ ഒരു സഹായം വേണം. സാർ കാര്യം പറ. അല്ല സാറേ, ഇതിലിപ്പോ ഞാൻ എന്തോന്ന് ചെയ്യാൻ? ആ സത്യശീലൻ ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. അവനെ വഴിയിൽ തടഞ്ഞു നിർത്തി എങ്ങനെയെങ്കിലും ആ ലേഖനം വാങ്ങിച്ചെടുക്കണം. എങ്ങനെ? ഞാൻ ചോദിച്ചവൻ തരാനൊന്നുമില്ല. എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ചെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ മാനം പോവില്ലേ? അവനെ പേടിപ്പിച്ച് വാങ്ങിയാലോ? സാറേ, അവൻ പത്രക്കാരനാണ്. അവൻ്റെ അടുത്ത് വിരട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ അകത്തായി പോവും. അതൊന്നും എനിക്കറിയണം. സുകുമാരന്റെ പോക്ക് വരവ് നടക്കണമെങ്കിൽ ഉത്തമൻ എന്നെ സഹായിച്ചേ പറ്റൂ. സാറേ, അതും ഇതും കൂടെ തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കേണ്ടി വരുമ്പോൾ കൂട്ടിക്കുഴയ്ക്കണം. പക്ഷെ നല്ല ഇഡ്ഡലി ആണെങ്കിൽ സാമ്പാർ കൂട്ടിക്കുഴക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല പുളിശ്ശേരി കൂട്ടിക്കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇഡ്ഡലിയുടെ കൂടെ പുളിശ്ശേരിയാ? സാറിന് എന്താ പറ്റി? ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അത് ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ മതി. ഹലോ ഹലോ. എന്ത്? വേഗം വേഷം മാറി വന്നാ നല്ല തുമ്പപ്പൂ പോലെ തീട്ടിൽ എടുത്തു തരാം. കൂട്ടിക്കൊഴിക്കാനാണെങ്കിൽ സാമ്പാറും ഉണ്ട്, പുളിശ്ശേരിയുണ്ട്. ഭർത്താവിനെ പറ്റി ആഴ്ചപ്പതിപ്പിൽ വേണ്ടാതിന് എഴുതിയിട്ട് ഇഡ്ഡലി നിന്ന് സോപ്പിടാൻ നോക്കുന്നു. നീ ഉണ്ടാക്കി ഇഡ്ഡലി എന്നെ പട്ടിക്കണം. ഞാൻ ഇപ്പൊ ഈ സത്യശീലനെ ഇവിടെ പോയി തപ്പായി. ഇത് ഒരു ശായില്ല. സത്യശീലനായിരിക്കും അത്. ചോദിച്ചു നോക്കാം. ഹലോ, സത്യശീലനല്ലേ? അതെ. ആരാ മനസ്സിലായില്ലേ? നമ്മള് ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് മലയാള ഭൂമിയുടെ ആഴ്ചപ്പതിപ്പിൽ വെച്ച്. എന്തിവിടെ? ഇവിടെ അടുത്തൊരാളെ കാണാൻ വന്നതാ. ഈ കട സീറ്റുണ്ടോ? പിന്നെ ഏത് സീറ്റെന്ന് പറഞ്ഞാ മതി. ചെന്നാലേ. ഒരു പാക്കറ്റ് സിഗരറ്റ്. ഇതായിരിക്കും മിക്കവാറും. ശരി. ഇത്ര പെട്ടെന്ന് റെഡിയായോ? ഇതെന്താ നേരത്തെ? എനിക്ക് സൗകര്യമുള്ള പാമ്പോ അത് നേരിടേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. എന്നെ പറ്റി ആഴ്ചപ്പതിപ്പിൽ വേണ്ടാതീനെ എഴുതാൻ മടിക്കാത്ത നീ എന്റെ ഒരു കാര്യം അറിയണ്ട. ഇനിയിപ്പോ ഞാൻ ഈ പറഞ്ഞ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് നീ പത്രത്തിൽ കൊടുത്തോ. കാപ്പി കുടിക്കണ്ടേ? എങ്ങനെ വിശ്വസിച്ച് കുടിക്കും? നീ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ എങ്ങനെ അറിയും? ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചിട്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നിനക്ക് ഓരോ സമയത്തും എന്താ തോന്നുന്നു പറയാൻ പറ്റില്ലല്ലോ.
അതുകൊണ്ട് ഇന്ന് മുതൽ നീ ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ കഴിക്കില്ല. വേണമെങ്കിൽ ഇതും പത്രത്തിൽ എഴുതിക്കോ. എന്തിനാണ് മോഹനേട്ടൻ ഇങ്ങനെ വഴക്കുണ്ടാക്കണേ? ഓരോ മനുഷ്യർക്കും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അവസരമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു. മോഹനേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരു വാരികയിൽ എന്നെ പറ്റി എഴുതിക്കോ. വാരികയിൽ ലേഖനം എഴുതുന്നല്ല എന്റെ ജോലി. ഞാൻ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വില്ലേജ് ഓഫീസറാണ്. ഇറങ്ങുന്നു എഴുത്തുകാരി. സാർ നേരത്തെ ഇറങ്ങിയ സാറേ, സംഭവം ഞാൻ ഒപ്പിച്ച്. ഓ, കിഷൻകുട്ടിയുടെ കടയുടെ അടുത്ത് ഞാൻ നിൽക്കുമ്പോ അവൻ അങ്ങനെ വരുന്നു. അവൻ വണ്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പം ഞാൻ പതുക്കെ അവിടെ അങ്ങ് കൂടി. ഇവിടെ സിഗരറ്റ് കിട്ടുമോ എന്ന് അവന്റെ ചോദ്യം. കിട്ടും എന്ന് ഞാനും. അവൻ കടക്കകത്തോട്ട് കയറിയതും ഞാൻ സാധനം അടിച്ചു മാറ്റിക്കൊണ്ട് സ്ഥലം വിട്ട്. സാറേ ഉത്തമൻ, ഞാൻ വിചാരിച്ചാലും സാറിനൊരു ആവശ്യം വരുമ്പോൾ ഞാൻ സഹായിക്കാതിരിക്കുവോ? പിന്നെ സുകുമാരന്റെ പോക്കോരന്റെ കാര്യത്തിൽ സാറ് സഹായം തിരിച്ചു തരണം. അതൊക്കെ പോട്ട്. വക്കീൽ എന്തൊക്കെയാണ് സാർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? വായിച്ചു നോക്കുത്തമ. ഒരു ഭാര്യ ഭർത്താവിനെ പറ്റി ഇങ്ങനെയൊക്കെ എഴുതാന്ന് വെച്ചാല്? അല്ല സാറേ, ഇതിപ്പോ സാറ് കത്തിച്ച് കളഞ്ഞാലും വക്കീല് പിന്നെ എഴുതൂലേ? സാധനം നഷ്ടപ്പെട്ട കാര്യം സതീശ ഇപ്പൊ വക്കീലിനെ വിളിച്ചു പറഞ്ഞും കാണും. ഇനി അവൾ എഴുതുകയാണെങ്കിൽ അപ്പൊ നോക്കാം. ഒന്ന് വായിക്കോ. ജീവിതം എന്നെ പഠിപ്പിച്ച പാഠം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവളുടെ വിവാഹം. ജീവിത പങ്കാളിയായി ലഭിക്കുന്ന മനുഷ്യന്റെ സ്നേഹവും കരുതലുമാണ് അവളുടെ ധൈര്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളിൽ പകുതിയിലേറെ പേർക്കും വിവാഹം ഒരു ദുരന്തമായി മാറുകയാണ് പതിവ്. ഉത്തമനെന്ന് ആലോചിച്ച് നോക്കാം. ഭാമയ്ക്ക് ഞാൻ എന്ത് കുറവാണ് വരുത്തിയിട്ടുള്ളത്? ഈ എഴുതിയിരിക്കുന്ന മുഴുവൻ അനാവശ്യമല്ലേ? പിന്നെ പക്ഷെ ഞാൻ ഇക്കാര്യത്തിൽ ഭാഗ്യം ചെയ്തവളാണ്. ലോകത്തിലൊരു പെണ്ണിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഭർത്താവിനെയാണ് ഈശ്വരൻ എനിക്ക് നൽകിയത്. വിദ്യാഭ്യാസവും സൗന്ദര്യവും സ്നേഹവും ഉത്തരവാദിത്ത ബോധവുമുള്ള ഒരു ഭർത്താവിനെ ലഭിച്ച അപൂർവം സ്ത്രീകളിൽ ഒരാളാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം മോഹനേട്ടനാണ്. ഇതാണ് സാറേ വക്കീല് സാറിനെ പറ്റി വൃത്തികേട് എഴുതി എന്ന് സാറ് പറഞ്ഞത്. ഇതിലെന്താണ് വൃത്തികേട്? മനസ്സിൽ നിറയെ സ്നേഹം കൊണ്ട് നടക്കുന്ന, എല്ലാവർക്കും നല്ലത് വരണമെന്ന് മോഹിക്കുന്ന ഒരു ഭർത്താവുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് ഒന്നും ഭയപ്പെടാനില്ല എന്നതാണ് ജീവിതം എന്നെ പഠിപ്പിച്ചത്. എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണക്കാരൻ മോഹനേട്ടനാണ്. മുൻകോപിയും ദുശാഠ്യക്കാരനുമാണെങ്കിലും മോഹനേട്ടന്റെ ആ ദേഷ്യം പോലും ഞാൻ ആസ്വദിക്കാറുണ്ട്. സാറേ സാറേ സാറിന്റെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇതിലെന്താണ് കുഴപ്പം? ഞാൻ ശരിക്കും വായിച്ചതല്ല, വേറെയാ. വേറെ അതെന്തോന്ന്? അതിനകത്തുമാ ഇതുകൊണ്ട് പോയി സത്യശീലിന്റെ കൈ കൊടുത്തേക്ക്. നന്നായിരിക്കും സാറേ. അവൻ പത്രക്കാരനാണ്. ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്നെ ജാമ്യത്തിലൊക്കെ വക്കീൽ വരേണ്ടി വരും. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും സാറ്? അതെല്ലാം കൂടെ വലിയൊരു കലത്തിലിട്ടിട്ട് പുഴുങ്ങിയങ്ങ് തിന്നെ. വേറെ എന്തോന്ന് ചെയ്യേ? എനിക്ക് ഇന്ന് ഒത്തിരി അത്യാവശ്യ പരിപാടിയുണ്ട്. ഞാൻ തിന്നെ. ഹലോ. വക്കീലെ, ഞാൻ സത്യശീലനാ. എന്ത് സത്യശീല? വക്കീല് തന്ന ആ മാറ്റർ നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയിന്നോ? അവിടുന്ന് ഇറങ്ങുമ്പോ ഞാനത് ബൈക്കിൽ വെച്ചതാ. ഇപ്പൊ നോക്കുമ്പോ കാണാനില്ല.
അതെവിടെ പോയി? അറിയില്ല, വഴിയിലെങ്ങനെ വീണു പോയതായിരിക്കും. അതിന്റെ കോപ്പി ഉണ്ടോ വക്കീലെ? എന്റെ കയ്യിൽ ഒരു കോപ്പി ഇല്ല. അങ്ങനെ ഒരു സാധനം സൂക്ഷിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അത് പ്രസിദ്ധീകരിക്കണ്ട എന്ന് വെച്ചാൽ മതി. എനിക്ക് വേറെ പണിയുണ്ട്. അല്ല പിന്നെ ഇത് പോയില്ലേ? ആ സത്യശീലനെ വിളിച്ചത്. ഞാൻ എന്റെ സമയം മെനക്കെടുത്തി കഷ്ടപ്പെട്ട് എഴുതിയ ആ ലേഖനം അയാളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയിന്ന്. ബൈക്കിനെങ്ങാനും താഴെ വീണ് പോയതായിരിക്കും. ഞാൻ ഒന്നുകൂടി എഴുതി കൊടുക്കാമെന്ന്. എനിക്കതല്ലേ പണി. എന്നാലും അത് എവിടെ പോയിട്ടുണ്ടാവും? അതെങ്ങും പോയിട്ടില്ല. ഇവിടെ ഉണ്ട്. ഇതെങ്ങനെ മോഹനേട്ടനായി വന്നു? വഴുതി കിട്ടിയതാ? അതിന് വഴിതാ കിട്ടിയത്. പക്ഷെ സത്യശീലന്റെ ബൈക്കിൽ വീണ് പോയൊന്നും അല്ല. പിന്നെ ഞാൻ മുത്തവനെ കൊണ്ട് അടിച്ചു മാറ്റിപ്പിച്ചതാ. എന്റെ ഈശ്വരാ, നീ ഇവിടെ എഴുതി വെച്ചിട്ട് ഞാൻ വായിച്ചതല്ലേ. അതിൽ നീ എന്നെ പറ്റി എന്തൊക്കെ എഴുതിയിരുന്നത്? അതായിരിക്കും ഇതൊന്നും ഞാൻ കരുതി. അത് തന്നെയാണ് ഇത്. ഇന്നലെ ഞാനിത് മുഴുവൻ എഴുതി തീർത്തതാ. ഇന്ന് രാവിലെ സത്യശീലന്റെ ഫോൺ വന്നപ്പോ മോഹനേട്ടൻ എന്നെ കളിയാക്കിയില്ലേ? ആ വാശിക്ക് ഞാൻ കുറച്ചുകൂടി എഴുതാനുണ്ടെന്ന് പറഞ്ഞു നിന്ന് ഒരു പേപ്പർ എടുത്ത് വെറുതെ മോഹനേട്ടനെ പറ്റി അതും ഇതൊക്കെ എഴുതി വെച്ചു. മോഹനേട്ടൻ വായിച്ചതാ. സത്യശീലന് കൊടുക്കാൻ ഇത് കൊണ്ടുപോകുന്ന നേരത്ത് ആ പേപ്പർ മാറ്റി ഇത് മാത്രം കവറിലിട്ട് കൊടുത്തു. ഞാൻ ശരിക്കും പേടിച്ചുപോയി. എന്തിന്? എന്റെ മോഹനേട്ടനെ പറ്റി ഞാൻ അങ്ങനെ എന്തെങ്കിലും വൃത്തികേട് എഴുതുമെന്ന് മോഹനേട്ടൻ കരുതിയോ? ഞാൻ ഈ ലേഖനത്തിൽ എഴുതിയതല്ല സത്യ, പച്ച പരമാർത്ഥം. എന്റെ വില്ലേജ് ഓഫീസർ ഒരു വലിയ സംഭവമല്ലേ? എടുത്തോ, ഇത് ഞാൻ പോകുന്ന വഴി മലയാള ഭൂമി കൊണ്ട് കൊടുത്തോളാം. അത് വേണ്ട, സത്യശീലനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഞാൻ തന്നെ കൊടുത്തോളാം. ഹോ, എന്തായാലും മറ്റൊരാളുടെ ബൈക്കിൽ നിന്ന് ഒരു സാധനം അടിച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ കുറച്ച് കടുത്തു പോയിട്ടോ. ഇത് കേസ് മോഷണമാ. നല്ല വിശപ്പ്. തുമ്പപ്പൂ വലത്ത് ഇഡലിരിപ്പില്ലേ? എങ്ങനെ വിശ്വസിച്ച് കഴിക്കും? ഞാനതിൽ വിഷം ചേർത്താലോ? നീ അങ്ങനൊന്നും ചെയ്യില്ല. ഇത്രയും കാലം നീ ഉണ്ടാക്കി കഴിച്ചിട്ട് എനിക്കൊരു കുഴപ്പം വന്നില്ലല്ലോ. ഇഡ്ലിയിലൂടെ കൂട്ടി കുഴയ്ക്കാൻ സാമ്പാർ വേണോ പുളിശ്ശേരി വേണോ? ഉമ്മ വന്നാ മതി. മോഹനകൃഷ്ണനേക്കാൾ വലുതായി സത്യഭാമയ്ക്ക് ഈ ലോകത്ത് ഒന്നുമില്ല എന്ന സത്യം നമുക്കെല്ലാം അറിയാമെങ്കിലും മോഹനകൃഷ്ണൻ അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നതാണ് പ്രശ്നം. ഇവരിങ്ങനെയാണ്, സ്നേഹിച്ച് ആളെ പറ്റിച്ചു കളയും. ഒരിക്കൽ കൂടി ഇവരുടെ കുരുക്കിൽ വീണതിന്റെ ജാള്യതയിൽ ഇന്നത്തേക്ക് വിട. കാര്യം നിസാരം തുടരുന്നു.